നമസ്കാരം. വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ടെക്സ്റ്റൈൽ സെക്ടറിലെ ഒരു സ്റ്റോക്കായ ട്രൈഡൻറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ചില ന്യൂസ് അപ്ഡേറ്റുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ട്രൈഡൻറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 70 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ എത്തിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ 2 ദിവസത്തെ ലോവർ സർക്യൂട്ട് നമ്മൾക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ ഒരു ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ് കാണാൻ സാധിച്ചത്. അതായത് വെള്ളിയാഴ്ച മിഡ് ക്യാപ് സെക്ടറിലെയും സ്മോൾ ക്യാപ് സെക്ടറിലെയും സ്റ്റോക്കുകളിൽ വളരെ വലിയ ഇടിവാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതേസമയം ട്രൈഡൻറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ ഒരു ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം ട്രൈഡൻറ്റുമായി ബന്ധപ്പെട്ട ചില ന്യൂസ് അപ്ഡേറ്റുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഈ ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ സൈഡിൽ നിന്നും വിവിധ ട്രേഡ് ഇൻസൈറ്റ് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പും മാർക്കറ്റ് അപ്ഡേറ്റ് ലഭിക്കുന്നതിന് പബ്ലിക് ടെലിഗ്രാം ഗ്രൂപ്പും ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ട്രൈഡൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന ന്യൂസ് അപ്ഡേറ്റ് ട്രൈഡൻറ്റ് എന്ന സ്റ്റോക്കിനെ ASM സ്റ്റേജ് 4 ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. റീസെൻ്റ് റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ ഈ കമ്പനി ASM സ്റ്റേജ് 4 എത്തിയതായിട്ട് കാണാൻ സാധിക്കും. എന്താണ് ASM സ്റ്റേജ് 4 എന്ന് മനസ്സിലാക്കാം. റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സെബി ഏർപ്പെടുത്തിയ ഒരു സേഫ്റ്റി മെക്കാനിസമാണ് ASM അഥവാ അഡീഷണൽ സർവൈലൻസ് മെക്കാനിസം. ഈ അഡീഷണൽ സർവൈലൻസ് മെക്കാനിസത്തിൽ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ആയിരിക്കും. അതായത് അപ്പർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും 5%, ലോവർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും 5% എന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷനാണ് സെബി ഏർപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് ഇനി മുതൽ ഇൻട്രാഡേ BTST പോലുള്ള ട്രേഡുകൾ ചെയ്യാൻ സാധ്യമല്ല. അതായത് T+2 എന്ന സെറ്റിൽമെൻറ്റ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ട്രൈഡൻറ്റ് എന്ന സ്റ്റോക്ക് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ഈ സ്റ്റോക്ക് വിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഫലമായി സ്റ്റോക്കിലെ ട്രേഡഡ് വോളിയത്തിൽ ഇടിവ് വരാനുള്ള സാധ്യതയുണ്ട്. റീസെൻ്റ്ലി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹാപ്പിയസ്റ്റ് മൈൻഡ് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ASM സ്റ്റേജ് 4 കാണാൻ സാധിക്കും. ASM സ്റ്റേജിൽ വരുന്നതിന് മുൻപേ മികച്ച പെർഫോമൻസ് നടത്തിയ ഒരു കമ്പനിയായിരുന്നു ഹാപ്പിയസ്റ്റ് മൈൻഡ്. പക്ഷേ ASM സ്റ്റേജിൽ വന്നതിന് ശേഷം ഈ സ്റ്റോക്കിൽ പിന്നീട് നമ്മൾക്ക് പഴയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാണാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ അഫിൾ എന്ന സ്റ്റോക്കും ASM സ്റ്റേജിൽ നിന്നും ഇപ്പോൾ പുറത്തെത്തിയ സ്റ്റോക്കാണ്. ASM സ്റ്റേജിൽ നിന്നും പുറത്തെത്തിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് മികച്ച പെർഫോമൻസ് കാണാൻ സാധിച്ചു. പക്ഷേ ASM സ്റ്റേജ് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ 6 മാസത്തിൽ ഈ സ്റ്റോക്കിന് അതായത് അഫിൾ എന്ന സ്റ്റോക്കിലും അത്ര മികച്ച പെർഫോമൻസ് നമ്മൾക്ക് കാണാൻ സാധിച്ചില്ല. ഇനി എന്തുകൊണ്ടാണ് ഒരു സ്റ്റോക്കിനെ ASM ലിസ്റ്റിലേക്ക് സെബി പരിഗണിക്കുന്നത് എന്ന് നോക്കാം. അതായത് ഒരു സ്റ്റോക്കിൽ തുടർച്ചയായ അപ്പർ ലോവർ സർക്യൂട്ടുകൾ വരിക, ഒരു സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് പ്രൈസും ഓപ്പണിംഗ് പ്രൈസും തമ്മിൽ വളരെ വലിയ വേരിയേഷൻസ് വരിക, അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൽ ഓപ്പറേറ്റർ ഡ്രിവൺ ആക്ടിവിറ്റി ഉണ്ട് എന്ന് സംശയിക്കുക. ഈ സംശയങ്ങളുടെ സാഹചര്യത്തിലാണ് ഒരു സ്റ്റോക്കിനെ വളരെ ക്ലോസ് ആയി മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ASM ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ട്രൈഡൻറ്റ് എന്ന സ്റ്റോക്ക് ആൾറെഡി ASM ലിസ്റ്റിൽ ഉൾപ്പെട്ട സ്റ്റോക്കായിരുന്നു. പക്ഷേ ഈ സ്റ്റോക്കിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് കൂടുതൽ സിവിയർ ആണെന്ന് സെബിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാവാം ഈ സ്റ്റോക്കിനെ ASM സ്റ്റേജ് 4 ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ASM 4 സ്റ്റേജിൽ ഉൾപ്പെടുത്തിയാൽ ഈ സ്റ്റോക്കിന് ASM ലിസ്റ്റിൽ നിന്നും പുറത്തു കടക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും എന്നുള്ളതാണ് മറ്റൊരു നെഗറ്റീവ് അപ്ഡേറ്റ്. അതായത് ASM സ്റ്റേജ് 4 ഒരു സ്റ്റോക്കിനെ സെബി 60 ട്രേഡിംഗ് ഡേ ആയിരിക്കും മോണിറ്റർ ചെയ്യുക. അതിനുശേഷം കമ്പനിയുടെ പെർഫോമൻസിൽ കുഴപ്പമൊന്നും ഇല്ല എന്ന് കണ്ടാൽ പിന്നീട് ASM 3 സ്റ്റേജിലേക്ക് മാറ്റും. ASM 3 സ്റ്റേജിൽ ഏകദേശം 45 ദിവസം സെബി ഈ സ്റ്റോക്കിനെ മോണിറ്റർ ചെയ്യും. അതിനുശേഷം ASM 2 സ്റ്റേജിലേക്ക് മാറ്റും. അവിടെ 30 ദിവസമായിരിക്കും മോണിറ്റർ ചെയ്യുക. അതിനുശേഷം 15 ദിവസം ASM സ്റ്റേജ് 1 മോണിറ്റർ ചെയ്തതിന് ശേഷമായിരിക്കും ഒരു സ്റ്റോക്ക് ASM ലിസ്റ്റിന് പുറത്തെത്തുക. അതായത് ഏകദേശം 6 മാസത്തോളം അല്ലെങ്കിൽ 180ഓളം ട്രേഡിംഗ് ഡേയിൽ ഈ സ്റ്റോക്ക് ASM സ്റ്റേജിൽ കഴിയേണ്ടതായിട്ട് വരും. ഇത് ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ഫാക്റ്റ് തന്നെയാണ്. പലപ്പോഴും സ്റ്റോക്കുകളിലുള്ള ട്രേഡഡ് വോളിയവും അതുപോലെ തന്നെ ട്രേഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റും ഈ സ്റ്റോക്കിൽ നിന്നും മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ രീതിയിലുള്ള ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് ട്രൈഡൻറ്റ് എന്ന സ്റ്റോക്കിനെ കുറിച്ച് ഇന്ന് കാണാനുള്ളത്. ട്രൈഡൻറ്റ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ന്യൂസ് അപ്ഡേറ്റ് ട്രൈഡൻറ്റ് എന്ന കമ്പനിയുടെ പെർഫോമൻസ് ട്രൈഡൻറ്റ് എന്ന സ്റ്റോക്കിൻ്റെ വിലയെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ളതാണ് എന്നുള്ള അനലിസ്റ്റുകളുടെ ഒബ്സർവേഷനാണ്. അതായത് 2022 അനലിസ്റ്റുകളുടെ പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ റവന്യൂ 77 ബില്യൺ രൂപയായി ഉയരും. അതായത് ഇപ്പോഴുള്ളതിനേക്കാൾ 20% അപ്സൈഡ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതിന് പ്രൊപ്പോർഷണലായി കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ 17% വർധനവ് അല്ലെങ്കിൽ 1 രൂപ 70 പൈസയായി
ഉയരും എന്നാണ് അനലിസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴുള്ള ഈ കമ്പനിയുടെ റവന്യൂ 66 ബില്യൺ രൂപയും ഏണിംഗ് പെർ ഷെയർ 1.50 ഈ രീതിയിലുള്ള കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഏകദേശം 64 രൂപ വിലയുള്ള പ്രൈസ് റീസണബിൾ പ്രൈസ് ആണ് എന്നുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേഴ്സ് കണ്ടീഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള അനലിസ്റ്റുകൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ട്രൈഡൻറ്റിൻ്റെ വില 55 രൂപ പെർ ഷെയർ എന്ന റേറ്റിലും വളരെയധികം പെസിമിസ്റ്റിക് ആയിട്ടുള്ള അനലിസ്റ്റുകൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് 51 രൂപ എന്നുള്ള റേഞ്ചുമാണ്. അതായത് അനലിസ്റ്റുകളുടെ കാഴ്ചപ്പാട് പ്രകാരം ഈ സ്റ്റോക്കിൻ്റെ ഒരു മോശം വില 51 രൂപ എന്ന റേഞ്ചാണ്. ഇതും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതായത് ഈ സ്റ്റോക്കിൽ 64 രൂപ എന്ന പ്രൈസ് റേഞ്ച് ഉള്ളത് ഓപ്പറേറ്റേഴ്സ് ആക്ടിവിറ്റി മൂലമല്ല, പകരം കമ്പനിയുടെ പെർഫോമൻസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് റേഞ്ച് ആണ് എന്നുള്ളത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് തന്നെ നമ്മൾക്ക് കണക്കാക്കാവുന്നതാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിലും ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ട്രൈഡൻറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നടത്തിയത്. കമ്പനിയുടെ പ്രോഫിറ്റിൽ 88% വർധനവാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഈ കമ്പനിയുടെ പ്രോഫിറ്റ് 112 കോടിയിൽ നിന്നും 211 കോടിയായാണ് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചത്. റവന്യൂ പരിശോധിച്ചാൽ 1308 കോടിയിൽ നിന്നും 1983 കോടിയായി വർദ്ധിച്ചു. അതുകൊണ്ട് വരും സമയങ്ങളിലും അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ പ്രൈസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ കമ്പനി നടത്തുന്നത് എന്നാണ് അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ. ഇതിനെ ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നമ്മൾക്ക് വിലയിരുത്താവുന്നതാണ്. ട്രൈഡൻറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഈ സ്റ്റോക്ക് ഇപ്പോൾ വളരെ വോളറ്റൈലായ ഫേസിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാകും. അതായത് ട്രൈഡൻറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ആവറേജിങ്ങിന് വേണ്ടിയോ നമ്മൾ പരിഗണിക്കേണ്ടത് ഈ സ്റ്റോക്ക് സ്റ്റേബിൾ ആകുന്ന സമയത്താണ്. സ്റ്റോക്കിൽ നമ്മൾക്ക് അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും കാണാൻ സാധിക്കുമെങ്കിലും പലപ്പോഴും ഈ സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും. സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം മികച്ച ഒരു റാലി നമ്മൾക്ക് പലപ്പോഴും ഈ സ്റ്റോക്കിൽ കാണാറുണ്ട്. റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിലും ഡിസംബർ മാസത്തിൽ മാർക്കറ്റിൽ വളരെ വലിയ കറക്ഷൻ വന്ന സമയത്തും ഈ സ്റ്റോക്ക് 52 രൂപ മുതൽ 50 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അവിടെ നിന്നും 70 രൂപ എന്ന റേഞ്ചിലേക്കുള്ള ഒരു റാലിയാണ് നൽകിയത്. അതുപോലെ തന്നെ ട്രൈഡൻറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് ഇപ്പോഴത്തെ സപ്പോർട്ട് നോക്കുകയാണെങ്കിലും ഏകദേശം 58 മുതൽ 60 രൂപയ്ക്ക് ഇടയിൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഈ റേഞ്ചിൽ സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരവരുടെ റിസ്കിനനുസരിച്ച് ഈ സ്റ്റോക്കിലുള്ള ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. അതേസമയം ട്രൈഡൻറ്റ് എന്ന സ്റ്റോക്ക് ASM സ്റ്റേജ് 4 ഉൾപ്പെട്ട സ്ഥിതിയിൽ നമ്മൾ ഈ സ്റ്റോക്കിനെ മാർക്കറ്റ് ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി പരിഗണിക്കണം. അതായത് ഈ സ്റ്റോക്കിൽ ഇതുവരെ നമ്മൾക്ക് മികച്ച രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് കാണാൻ സാധിച്ചത്. പക്ഷേ ASM സ്റ്റേജ് 4 ഉൾപ്പെട്ടതിന് ശേഷം ചിലപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റ് സെഷനും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇൻപുട്ട് ട്രിഗറാണ്. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ ടെക്സ്റ്റൈൽ സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് അനുകൂലമായ പല പ്രസ്താവനകളും നമ്മൾക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ ഇമ്പാക്റ്റ് ഈ സ്റ്റോക്കിന് ലഭിക്കുകയും ചെയ്തു. ഈ ബഡ്ജറ്റ് സെഷനിലും ഈ സെക്ടറിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ സെക്ടറുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്റ്റോക്കിൽ വളരെ വലിയ മൊമെൻറ്റം നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രീ ബഡ്ജറ്റ് സെഷനിൽ ഈ സ്റ്റോക്കിൽ അൺസർട്ടനിറ്റി, അതായത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട അൺസർട്ടനിറ്റി നിലനിൽക്കുന്നതുകൊണ്ട് ഈ സ്റ്റോക്കിൽ ഒരു വോളറ്റൈലിറ്റിയും പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.